ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഷ്ടതയിലൂടെ കടന്നുപോകാത്ത മനുഷ്യരില്ല. അനേക ദൈവഭക്തന്മാർ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയവരാണ്. അസാധാരണമായ കഷ്ടതയിലൂടെ കടന്നുപോയൊരു ഭക്തനായ വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ യോബ്. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ കൂടാതെ ശാരീരിക കഷ്ടപ്പാടുകളും അതിന്റെ അനന്തരഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ യോബ് പറയുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള ദൈവത്തിന്റെ അവകാശം തിരിച്ചറിയുകയാണ് യഥാർത്ഥ ദൈവഭയവും ഭക്തിയും. തന്റെ സൃഷ്ടാവിനുള്ള ആഴമേറിയ വിശ്വാസം പ്രകടിപ്പിച്ച വ്യക്തിയാണ് യോബ്. ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവർ, ഉണ്ടെങ്കിൽ അവൻ നീതിമാനാണോ സ്നേഹമുള്ളവനാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓർക്കുക, ദൈവം സർവജ്ഞാനിയും പരമാധികാരിയും നീതിമാനുമാണ്. ഈ പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. ദൈവം ദയയും കരുണയും നിറഞ്ഞവനാണെന്നും തന്റെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടനഷ്ടങ്ങളെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നും യോബിന് അറിയാമായിരുന്നു. ദൈവസന്നിധിയിൽ തന്റെ നിർമ്മലതയും നിരപരാധിത്വവും തെളിയിക്കപ്പെടുമെന്ന് താൻ വിശ്വസിച്ചു. നമ്മുടെ കഷ്ടതകളിലും നാം ആശ്വാസം കണ്ടെത്തണം. കഴിഞ്ഞ കാലങ്ങളിൽ യോബിനെ പോലെയുള്ള ഭക്തർക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ തന്നെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച വിധങ്ങളെ ഓർക്കുക. സ്വയം ശോധനയ്ക്ക് നമ്മെ വിധേയമാക്കുക. ദൈവവചനത്തിൽ ആത്മാർത്ഥമായി ആശ്രയം പ്രാപിക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പാപത്തിന്റെയും മരണത്തിന്റെയും സാത്താന്റെയും മേലുള്ള വിജയമായതിനാൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കഷ്ടതയുടെ നടുവിലും നിത്യതയുടെ പ്രത്യാശ നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യോബിന് തന്റെ കഷ്ടതയ്ക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പിന്നീട് എത്തപ്പെടുവാനിടയായതുപോലെ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് നമ്മുടെ പാപപരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്ന് കഷ്ടമനുഭവിച്ചു നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയുന്നു. കഷ്ടതയുടെ നടുവിലും വരുവാൻ പോകുന്ന മഹിമയെ ഓർത്തുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. യോബിനെ പോലെ നമുക്കും പറയുവാൻ പറ്റുമോ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.